എല്ലാവരും കണ്ണട ഉപയോഗിക്കുന്നവരാണ്. കണ്ണട പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്യുന്നവരുമായിരിക്കും. എന്നിട്ടും നമ്മളെ ഗ്ലാസ്സിൽ സ്ക്രാച്ച് വരുന്നു എന്നുള്ളതാണ് നമ്മള് കംപ്ലയിന്റ് വരുന്നത്. അതായത് ഇന്ന് വരുന്ന ലെൻസുകളൊക്കെ ഫൈബർ ലെൻസാണ്. സ്ക്രാച്ച് റെസിസ്റ്റൻസ് മാത്രമാണ്. സ്ക്രാച്ച് പ്രൂഫ് വരുന്നില്ല. നമ്മൾ കണ്ണട ക്ലീൻ ചെയ്യുന്ന സമയത്ത് എപ്പോഴും നമ്മൾ നമ്മളെ ഡ്രസ്സിലോ കാര്യങ്ങളിലോ ഒന്നും ക്ലീൻ ചെയ്യാൻ വേണ്ടി പാടില്ല. കണ്ണടയുടെ കൂടെ തന്നെ ഇതുപോലുള്ള ഒരു മൈക്രോ ഫൈബർ ക്ലോത്ത് നമുക്ക് കിട്ടും. അത് വെച്ച് മാത്രം ക്ലീൻ ചെയ്യുക. അതുപോലെ തന്നെ ഇത് വെച്ച് ക്ലീൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒരിക്കലും നമ്മൾ ഈ ഒരു രീതിയിൽ ഇങ്ങനെ റബ്ബ് ചെയ്യാനോ അല്ലെങ്കിൽ ഇങ്ങനെ റൗണ്ട് ആയിട്ട് ക്ലീൻ ചെയ്യാനോ പാടില്ല. ഒരു ഡയറക്ഷനിലേക്ക് മാത്രം നമ്മൾ ഈ ഒരു രീതിയിൽ ഒരു ഡയറക്ഷനിലേക്ക് മാത്രം വേണം നമ്മൾ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ നമ്മൾ നല്ലോണം പൊടിയിലും കാര്യങ്ങളിലൊക്കെ പോയി വരുവാണെങ്കിൽ ഡയറക്റ്റ്ലി നമ്മൾ ഈ ഒരു ക്ലോത്ത് വെച്ച് റബ്ബ് ചെയ്യാൻ വേണ്ടി പാടില്ല. ഒന്നുകിൽ നമ്മൾ ആ ക്ലോത്ത് വെച്ച് തന്നെ അതൊന്ന് തട്ടിക്കളയാം. അതല്ല നമുക്ക് വെള്ളം അവൈലബിൾ ആണെങ്കിൽ നമ്മൾ റണ്ണിങ് ടാപ്പ് വാട്ടറിൽ പൈപ്പ് വെള്ളം തുറന്ന് വെച്ചിട്ട് അതൊന്ന് കഴുകിയെടുക്കുക. അങ്ങനെ ചെയ്യുന്ന സമയത്ത് എന്താണെന്ന് വെച്ചാൽ അതിൽ ഡസ്റ്റ് കാര്യങ്ങളൊക്കെ ക്ലീൻ ആവും. അതിനുശേഷം നമുക്ക് ഈ ഒരു ക്ലോത്ത് വെച്ചിട്ട് ക്ലീൻ ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് ഒരു വീക്ക്ലി വൺസ് അല്ലെങ്കിൽ 3 ദിവസം കൂടുമ്പോൾ ഒരിക്കലൊക്കെ നമുക്ക് ഇതുപോലുള്ള ക്ലീനിങ് സൊല്യൂഷൻസ് നമുക്ക് ബ്രാൻഡുകളുടേത് തന്നെ അവൈലബിൾ ആണ്. സൈസ്, എസിലോർ പോലുള്ള പ്രീമിയം ബ്രാൻഡ്സിന്റെ തന്നെ നമുക്ക് അവൈലബിൾ ആണ്. വലിയ റേറ്റ് ഒന്നും വരുന്നില്ല. അങ്ങനെയുള്ള സൊല്യൂഷൻസ് നമുക്ക് ഇതിന്റെ കൂടെ തന്നെ പർച്ചേസ് ചെയ്ത് ഉപയോഗിക്കുന്നതാണ്. അതായത് നമ്മൾ ഓൺലൈനിലൊക്കെ കാണുന്ന ചീപ്പായിട്ടുള്ള സൊല്യൂഷൻസ് വാങ്ങി യൂസ് ചെയ്യാതിരിക്കുക. കാരണം അതിന്റെ കണ്ടന്റ്സ് മേ ബി നമ്മൾ കോട്ടിങ് ഡിഫക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി സാധ്യതയുണ്ട്. അതുപോലെ തന്നെ പലപ്പോഴും നമ്മൾ മൊബൈൽ ക്ലീനേഴ്സ് ഒക്കെ വെച്ചിട്ട് ഗ്ലാസ് ക്ലീൻ ചെയ്യാണ്ട് നമ്മൾ പ്രീമിയം ലെൻസുകളൊക്കെ ആണെങ്കിൽ അതൊക്കെ അതിന്റെ കോട്ടിങ് കംപ്ലൈന്റ് ആവാനുള്ള കോട്ടിങ്ങുകളായി പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ ആ കാര്യം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മൾ കണ്ണട ഉപയോഗിക്കുമ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇത്രയൊക്കെ ക്ലീൻ ചെയ്യുന്നുണ്ടെങ്കിലും ഇതിന്റെ ഇടയിലേക്കുള്ള ലെൻസൊക്കെ റിമൂവ് ചെയ്ത് ക്ലീൻ ചെയ്യാൻ വേണ്ടി നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാ 3 മാസത്തിലും നമ്മുടെ കണ്ണട ഒന്ന് സർവീസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതായത് നമ്മൾ കംപ്ലീറ്റ്ലി ഊരി ഡീപ്പ് ക്ലീനിങ് ചെയ്യേണ്ടതായിട്ടുണ്ട്. നമ്മളുടെ വിഷൻ മാർക്കിന്റെ പയ്യാവൂരിലും ബ്ലാത്തൂരിലും നമുക്ക് ഈ ഒരു കണ്ണട സർവീസ് ക്ലീനിങ് കാര്യങ്ങളൊക്കെ തികച്ചും ഫ്രീ ആണ്. അത് നമ്മൾ വിഷൻ മാർക്കിന്റെ കണ്ണട മാത്രമല്ല, അതായത് ഇവിടുന്ന് എടുത്ത കണ്ണട മാത്രമല്ല, നിങ്ങൾ എവിടെ നിന്ന് എടുത്തതായാലും നിങ്ങൾക്ക് അത് കൊണ്ടുവന്ന് ക്ലീൻ ചെയ്യാവുന്നതാണ്.